ഹലോ ചങ്ങായിസ്. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ചെറിയൊരു ക്ലൂ ബാക്കിലുണ്ട്. അതെ, നമ്മുടെ ട്രംപിന്റെ സ്വന്തം മണ്ണായ ട്രംപ് എന്നല്ലേ പറഞ്ഞോളൂ, സ്വന്തം മണ്ണായ അമേരിക്കയിലാണ്. എന്തിനാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ, ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു US മണ്ണിലൊന്ന് കാലുകുത്തണം. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. ഇപ്പോൾ നിലവിൽ US-ലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് US വിസ കിട്ടി. കാനഡയിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും എളുപ്പത്തിന് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് US വിസ എന്ന് പറയുന്നത്. തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്. ഒരുപാട് പേര് US-ലോട്ട് നേരിട്ട് വരാനായിട്ട് അല്ലെങ്കിൽ US വിസ അപ്ലൈ ചെയ്ത് ചിലപ്പോൾ കിട്ടത്തില്ല. കാനഡയിൽ നിന്നാണെങ്കിൽ അത് കുറച്ചും കൂടെ ഈസി പ്രോസസ്സാണ്. അപ്പോൾ ഞങ്ങളും അതുപോലെ അപ്ലൈ ചെയ്തു. ഇപ്പോൾ നിൽക്കുന്നത് US മണ്ണിലാണ്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കുറച്ച് US-ലുള്ള കുറേ റീലും വീഡിയോകളും കേട്ടപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരൊന്നും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, എന്ത് വിസയിലാണ് വന്നത്, എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്, ടഫായിരുന്നോ എന്ന കാര്യങ്ങൾ. അപ്പം നമ്മളിപ്പോൾ വന്നേക്കുന്നത് അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. വിസിറ്റിംഗ് വിസയിലാണ്. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ശരി. അപ്പം ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ഈ ഒരു ടോട്ടൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു 4-5 സ്റ്റെപ്പ് അടങ്ങുന്ന സംഭവമാണ്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു എംബസിയുടെ വെബ്സൈറ്റിൽ കയറി പോയിട്ട് നമ്മൾ ആ ഒരു DS-160 ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇച്ചിരി ഒരു എക്സ്റ്റെൻസീവ് ഫോമാണ് അല്ലേ. ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസ് മലയാളത്തിൽ പറഞ്ഞാൽ നല്ല ക്ഷമ വേണ്ട ഫോം. അത് ഞാനാണ് ചെയ്തതും. അപ്പം 3 പേർക്കും വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു DS-160 ഫോം, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഫോം, ഒരു മണിക്കൂർ എടുക്കുക. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫാമിലി, അപ്പൂമ്മന്റെ അമ്മൂമ്മയുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട്. അല്ല, തമാശ പറഞ്ഞല്ല, അപ്പൂമ്മന്റെ അമ്മൂമ്മയുടെ അതെ, നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാദറിന്റെ മദറിന്റെ, അവരുടെയും ഫാദറിന്റെ മദറിന്റെ. അതെ, അങ്ങനെ. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പുതിയ അറിവായിരുന്നു. ഇങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ് അതിൽ ചോദിക്കണം. നമ്മളെ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് ചോദിക്കേണ്ടത്, സ്റ്റാറ്റസ് എന്താണ്, എന്നാണ് ഇവിടെ വന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറേ എക്സ്റ്റെൻസീവ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഫാമിലി ഫോം ഫില്ല് ചെയ്യുന്നതാണ് DS-160 ഫോം ഫില്ല് ചെയ്യുന്ന, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന ഫസ്റ്റ് പ്രോസസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡിജിറ്റൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഡിജിറ്റൽ ഫോട്ടോ എന്ന് പറയുമ്പോൾ അതിന് ആ വെബ്സൈറ്റിൽ തന്നെ ഒരു സ്പെസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ഈ ഒരു സ്പെസിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് പറ്റുമെങ്കിൽ പോയി ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ചെവി കാണണം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫോമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഫോട്ടോ ഓക്കെ. അപ്പൊ ആ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് സെക്കൻഡ് പ്രോസസ്. ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ DS-160 ഫോം ഫില്ല് ചെയ്ത് അതും സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 3ാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഫീസ് അടയ്ക്കുക, കാശ് കൊടുക്കുക, അതിന്റെ കൂടെ അപ്പോയിന്റ്മെന്റ്. അപ്പൊ നമുക്കൊരു ചെറിയ ദുഃഖം വരും. അപ്പൊ 2 തവണ വേണോ എന്നാലും കൊടുത്തോ, നഷ്ടമില്ല. ശരിക്കും അതിന് മാത്രം കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലാണ് നമ്മളുടെ ഇപ്പോൾ നമ്മൾ ഒരു ഫാമിലി ആയിട്ടാണ് നിങ്ങളിപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ DS-160 ഫോം സെപ്പറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. പക്ഷേ എന്നാൽ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് ഒരാളുടെ അക്കൗണ്ട് തുടങ്ങി വെച്ചും അതിൻ്റെ അകത്ത് ഫാമിലീനെ ആഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ 3 പേരോ 4 പേരോ അങ്ങനെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 3rd സ്റ്റെപ്പായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ്? അന്ന് ആ ഒരു 1.5 വർഷം മുമ്പേ അപ്പോയിന്റ്മെന്റ് എടുത്ത് ആ ഒരു ദിവസത്തിൽ നിൽക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ? അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് 2 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഡേറ്റ്, അതിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ വന്നത്. പക്ഷെങ്കിൽ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് വീണ്ടും ഒരു മെയിൽ വന്നു. മെയിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾ കൊടുക്കുന്ന മെയിൽ നോക്കിക്കൊണ്ടിരിക്കുക. ആ മെയിലിനകത്ത് നമുക്കത് പ്രീപോൺ ആയി നേരത്തെ ആയിട്ട്, അതായത് ആരെങ്കിലും ക്യാൻസലോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ തന്നെ ഒരു ചാൻസ് തരും നമുക്ക് പ്രീപോൺ ചെയ്യാനൊരു വൺ ടൈം ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ. അവർ ഞങ്ങൾക്ക് 2 വർഷം കാത്തിരിക്കേണ്ടി വരും എന്നുള്ള ഒരു തവണയാണോ 2 തവണയായിരുന്നോ നമുക്ക് മുന്നോട്ടാക്കി കിട്ടിയത്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ പല വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പാതിരാത്രി ഒക്കെ കുത്തിയിരുന്ന് റീസ്കെഡ്യൂൾ ചെയ്യാൻ നോക്കി കേട്ടോ. പക്ഷെ അതൊന്നും കാര്യമായിട്ട് നടന്നില്ല. ഒറ്റ പറ്റിയായിരുന്നു. അതൊരു കൃത്യം ഒരു മാസം മുന്നോട്ടൊന്ന് നമുക്ക് റീസ്കെഡ്യൂൾ ചെയ്യാൻ പറ്റി. പക്ഷെ ഈ ഒരു ഓപ്ഷൻ വന്നപ്പോൾ, അതായത് ഗവൺമെന്റ് തന്നെ ഒരു വൺ ടൈം ഓപ്പർച്യൂണിറ്റി പോലെ തന്ന ഈ ഒരു മെയിൽ വന്നിട്ട് ഞങ്ങൾ ആ ഒരു 7 മണി സമയം, കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ US ടൈമിംഗ് 7 മണി അല്ലെങ്കിൽ കാനഡ ടൈം 7 മണി കറക്റ്റ് ആ പേജിൽ കയറി നോക്കിയാൽ നമുക്കറിയാം കുറേ സ്ലോട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കും. എല്ലാ ദിവസവും ഇല്ല, ഈ പറഞ്ഞ ആ ഒരു ഡേറ്റില് നമ്മൾ കയറി നോക്കുകയാണെങ്കിൽ. അങ്ങനെ ഞങ്ങൾ കയറി നോക്കി. ഭാഗ്യത്തിന് ഈ 2 വർഷത്തെ അപ്പോയിന്റ്മെന്റ് ടൈം നമുക്ക് കിട്ടിയത് ഏതാണ്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ്. 2 വർഷം വെയിറ്റ് ചെയ്യേണ്ട സംഭവം നമുക്കത് പെട്ടെന്ന് ഈ ഷെഡ്യൂൾ മാറ്റി വന്നപ്പോഴത്തേനും, നമുക്ക് പ്രീപോൺ ആയി വന്നപ്പോഴത്തേനും
നമ്മൾ ഡേറ്റ് എടുത്ത് ഞങ്ങൾക്ക് ഒരു 2 മാസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് കിട്ടി. ഭാഗ്യവശാൽ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാം അത് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും കിട്ടുമെന്നാണ് പറയുന്നത് പൊതുവെ. അങ്ങനെ ആ ഒരു ദിവസം വന്നു. അപ്പോയിന്റ്മെന്റിന് പോകുക എന്നുള്ളത്, ഇന്റർവ്യൂവിന് പോകുക എന്നുള്ള ഒരു സംഭവം. റെവിന്യൂ കോമഡിയാണ്. ഞാൻ മാത്രം ഭയങ്കര വെള്ള ഷർട്ടും പാന്റും മറ്റേ കറുത്ത പാന്റും ഒക്കെ ഏതോ ഒരു ജോലിക്ക് ഇന്റർവ്യൂ എക്സിക്യൂട്ടീവ് ലുക്കില്ലേ ചേട്ടാന്ന് പറഞ്ഞിട്ട് ആ ഒരു ലുക്ക് ചെന്നു. ഞാൻ ബാക്കി അടിച്ചവരെല്ലാം ജീൻസ് ടീഷർട്ട് ഒക്കെ ഇട്ടു. അതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ഒരുപാട് തിരക്കി അല്ലെങ്കിൽ ഒരുപാട് അന്വേഷിച്ച ഒരു സംഭവമാണ് ഈ ഒരു ഇന്റർവ്യൂ പ്രോസസ്സിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ പലയിടത്തും പല രീതിയിലുള്ള ഡീറ്റെയിൽസ് ആണ്. പക്ഷേ ഓർത്തിരിക്കുക, ആകെ 4 ഡോക്യുമെന്റ്സ് നമുക്ക് തൽക്കാലം മെയിനായിട്ട് വേണം. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ DS 160 ഫോമിന്റെ ഒരു പ്രിന്റ് ഔട്ട്. നമുക്ക് അപ്പോയിന്റ്മെന്റ് ഇന്ന ദിവസമാണെന്ന് അവർ കൺഫേം ചെയ്യുന്ന ആ ഒരു പ്രിന്റ് ഔട്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട്. മൂന്നാമത്തേന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഫോട്ടോ. ആദ്യം എടുത്ത ആ ഡിജിറ്റൽ ഫോട്ടോ ചിലപ്പോൾ ഒരു വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഈ ഒരു അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് ഡേറ്റ് കിട്ടുക. പക്ഷേ ഈ ഒരു ഫോട്ടോ, അതായത് നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന ദിവസത്തെ ആ ഒരു ഫോട്ടോയ്ക്ക് കൃത്യം ഒരു 6 മന്ത്സിൽ കുറയാതെ ഒരു വാലിഡിറ്റി വേണം. അപ്പോൾ പറ്റുമെങ്കിലല്ല, ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു നമ്മൾ കാനഡയിലാണെങ്കിൽ സ്റ്റേപ്പിൾസോ UPS കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ? UPSലോ വാൾമാർട്ടിലോ എവിടെയെങ്കിലും. വാൾമാർട്ടിലും ഉണ്ട്. വാൾമാർട്ടിലും US വിസ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക അതിന്റെ ഫോട്ടോ എടുത്ത് തരും. അപ്പൊ ആ ഒരു ഫോട്ടോ കയ്യിലുണ്ടാവണം. അതിന്റെ അകത്ത് അവര് US വിസയുടെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് അതിന്റെ അകത്ത് ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും. സീല് ചെയ്തിട്ട് അത് എന്ന ദിവസം എടുത്താണ്. കാര്യം റീസെന്റ് ഫോട്ടോസ് ആണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ആ ഫോട്ടോ ഒരാൾക്ക് ഒരു കോപ്പി, ഒരാളുടെ ഒരു കോപ്പി വെച്ചിട്ട് 3 ഡോക്യുമെന്റ്സ് ആയി. ഒന്ന് DS 160 ഫോം, പിന്നെ ഒന്ന് പാസ്പോർട്ട്, പിന്നെ ഒന്ന് ഫോട്ടോ, പിന്നെ ഒന്നുകൂടെ വേണമായിരുന്നല്ലോ നമ്മുടെ സ്റ്റാറ്റസ്, വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്ത് പെർമിറ്റ് ആണ് അത് കാര്യങ്ങൾ. നമ്മളിവിടെ കാനഡയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് രാജ്യത്ത് നിങ്ങൾ നിൽക്കുന്നത് അത് എന്ത് പെർമിറ്റിലാണ് നിൽക്കുന്നുള്ള വേണം. അതെ, ഇതല്ലാതെ നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാം, നമ്മുടെ എംപ്ലോയ്മെന്റ് ലെറ്റർ എടുക്കാം. അവരെന്തെങ്കിലും ഇപ്പം അവർക്ക് ചോദിക്കണമെന്ന് തോന്നിയാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിസ നിങ്ങൾ തിരിച്ചു വരും എന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്നൊക്കെ കൺവേ ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എടുക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അതൊക്കെ കയ്യിൽ കരുതാം എന്നുള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞ 4 ഡോക്യുമെന്റ്സ് എന്തായാലും എടുത്തിരിക്കണം. അപ്പൊ ഇനി എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാന്ന് വെച്ചാൽ, ഇന്റർവ്യൂവിന്റെ കാര്യം പറയുമ്പോൾ അത് ഇച്ചിരി ഒരു ചില പാനിക് ആയിട്ടൊക്കെയാണ് നമ്മൾ പോയത്. പക്ഷെ ആ പോയതിനൊക്കെ അതുപോലെ തന്നെയാണ് അവിടെ. കാര്യം നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ബെൽറ്റ് ഉൾപ്പെടെ നമ്മളൊരു ഫ്ലൈറ്റിൽ കയറാനായിട്ട് എങ്ങനെയാണോ അതുപോലാണ് നമ്മുടെ ബെൽറ്റ് ഉൾപ്പെടെ എല്ലാം ഊരി വിടണം. നമ്മുടെ കയ്യിലൊന്നും പാടില്ല, നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് അല്ലാതെ നമ്മുടെ കയ്യിലൊന്നും പാടില്ല. നമ്മുടെ സ്മാർട്ട് വാച്ച് പ്രത്യേകം ശ്രദ്ധിച്ചോണം, നമ്മുടെ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യാൻ പാടില്ല. ആദ്യം ശരിക്കും നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും ഒരു പാർക്കിംഗ് ലോട്ട് ഉണ്ട്. ആ പാർക്കിംഗ് ലോട്ടിൽ നമ്മൾ ഇപ്പോൾ കാറിലാണ് പോകണമെങ്കിൽ ആ കാർ അവിടെ പാർക്ക് ചെയ്താൽ നമ്മുടെ ഈ പറഞ്ഞ സാധനങ്ങൾ, കയ്യിൽ കരുതാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം മാക്സിമം കാറിൽ വച്ചേച്ചും ലോക്ക് ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ അവിടെ സ്റ്റേപ്പിൾസ് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇതെല്ലാം നിയർ ബൈ പാർക്കിംഗ് ലോട്ട്സ് ഉണ്ടാവും. അവിടെ എങ്ങനെയും ലോക്കർ ഫെസിലിറ്റിയിൽ നമുക്ക് വെച്ച് ക്ലോസ് ചെയ്യാവുന്നതുമാണ്. ഇനി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ആ ബിൽഡിങ്ങിന്റെ മുന്നിൽ നല്ലൊരു ക്യൂ പ്രതീക്ഷിക്കാം കേട്ടോ. ഈ ഒരു ലൈനില് തണുപ്പൊക്കെയാണ്, അതിനുള്ള സജ്ജീകരണങ്ങളായിട്ട് പോവാ, നല്ല ജാക്കറ്റ് ഒക്കെ ഇട്ട് പോവാ. ഈ ഒരു ലൈനപ്പിൽ അവര് നമ്മളോട് ഇങ്ങനെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കും എന്തൊക്കെ സാധനങ്ങളാണ് പറ്റുന്നത്, എന്തൊക്കെ പറ്റത്തില്ല, ഫോൺ പറ്റത്തില്ല, അത് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഓഫീസർ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അവിടെ നിന്ന് നമ്മൾ ആദ്യം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നോട്ട് ദ പോയിന്റ്, ഫോണും കൈവെക്കാൻ പറ്റില്ല കേട്ടോ. ഫോണും വണ്ടിയെ വെച്ചിട്ട് തന്നെ പോകണം. വാലറ്റ്, ഫോൺ, ഇതൊന്നും ഫോണ്, ബെൽറ്റ്, നമ്മുടെ സ്മാർട്ട് വാച്ച് എല്ലാം വണ്ടിയെ വെച്ചിട്ട് പോകണം. അവിടെ തൊട്ട് തുടങ്ങണം ആ ഒരു അടിയന്തരാവസ്ഥ. അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നത് നമ്മൾ ഊരി വെച്ചിട്ടൊക്കെ പോകേണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഓടിയിട്ട് നമ്മുടെ കൈ ഡോക്യുമെന്റ്സ് മാത്രം എടുത്തിട്ട് പോകാം. അതെ, ആദ്യത്തെ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഒരു കിയോസ്ക് ആണ്. അവിടെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന ഒരു കിയോസ്ക് ആണ്. അവിടെ നമ്മൾ നമ്മുടെ ലെറ്റർ പാസ്പോർട്ട് സ്കാൻ ചെയ്യാൻ പറയും. അപ്പൊ പാസ്പോർട്ട് സ്കാൻ ചെയ്യുമ്പോൾ അവർക്കറിയാം ഇന്നത്തെ ദിവസം നമുക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അതാണ് ഫസ്റ്റ് ചെക്ക് പോയിന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ അകത്തേക്ക് പറഞ്ഞു വിടും. ഈ അകത്തേക്ക് പറഞ്ഞു വിടുമ്പോഴാണ് എയർപോർട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു സെക്യൂരിറ്റി ചെക്ക്. അയ്യോ, ഭയങ്കര ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു. ഈ പറഞ്ഞ പോലെ ടെൻഷനില്ല, ഞങ്ങളിതൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ടായിരിക്കും ഭയങ്കര ടെൻസ്ഡായി പോയത്. ബെൽറ്റ്, അത് ഇത് സ്ലൈഡ്, എല്ലാ മെറ്റൽ ഡിവൈസും ഊരി വെക്കാൻ പറഞ്ഞു. 2 നമ്മുടെ ബോർഡർ സെക്യൂരിറ്റിയിലൊക്കെ നിൽക്കുമ്പോഴത്തെ അജഗജാന്തരങ്ങളായ കുറെ ആൾക്കാർ വന്നെന്ന് സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി നിൽക്കുന്നു. ഏതായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാഗല്ലല്ലോ നമ്മുടെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ സെക്കൻഡ് ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെന്റ്സ് വാലിഡേറ്റ്
ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് നമ്മുടെ പെർമിറ്റ്, ഈ പാസ്പോർട്ട്, DS-160 ഫോം നമ്മുടെ കൊടുക്കണം ഉണ്ടോ ഇല്ലയോ എന്ന് അവരൊരു ഫസ്റ്റ് സെറ്റ് ഓഫ് ചെക്ക് ചെയ്യുന്നത്. അവിടെ അവർ വേണമെങ്കിൽ അവർ ഇൻഫർമേഷനൊക്കെ ഒന്ന് പാസ് ചെയ്യുക, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അവരൊരു സീൽ ചെയ്ത ഒരു കോപ്പി തന്നിട്ട് നമ്മളെ ഉള്ളിലേക്ക് വിടും. ഈ ഉള്ളിലേക്ക് വിടുമ്പോൾ ശരിക്കും എനിക്ക് തോന്നിയ ബാങ്കിലൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയല്ലേ. അതെ അതെ, അതൊരു 4 കൗണ്ടർ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കൗണ്ടർ ബാങ്കിലേക്ക് പറഞ്ഞ പോലെ 4 കൗണ്ടറാണ്. ഒന്നാമത്തെ കൗണ്ടറിലേക്ക് പോയി ഇത് കൊടുക്കുന്നു, രണ്ടാമത്തെ കൗണ്ടറിൽ പോയിട്ട് ഫിംഗർ പ്രിന്റ്സും കാര്യങ്ങളും കൊടുക്കുന്നു, കണ്ണിന്റെ എടുക്കും തോന്നില്ലേ, ഫിംഗർ പ്രിന്റ്സും കണ്ണും എല്ലാം അടുത്തടുത്തൊരു കൗണ്ടേഴ്സാണ്. ഒന്ന് നമ്മൾ ഇത് കൊടുക്കുന്നത് അടുത്ത ആളുടെ ലെഫ്റ്റിലുള്ള അടുത്ത ആളുടെയിലോട്ട് പോകും, ആ ക്യൂവിലൂടെ അപ്പുറത്തോടെ പോകുമ്പോഴത്തേന് ഈ സാധനങ്ങൾ എടുക്കും. അത് നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് മൂന്നാമത്തേലേക്ക് പോയിട്ട് അവിടെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിന് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. പക്ഷെ എല്ലാവരും നമ്മളോട് പറഞ്ഞു നമ്മുടെ ഇവിടെ ആരെങ്കിലും ബന്ധുക്കാരുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന്. നമ്മൾ ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷനിൽ വെച്ചപ്പോൾ ബന്ധു നമ്മുടെ സിസ്റ്റർ ഉണ്ട് എന്ന് വെച്ചെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇന്റർവ്യൂവിലും പറഞ്ഞു സിസ്റ്ററെ കാണാൻ പോവാണ്, എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും പറയാം. അതെ, ഞങ്ങളും സ്കേർഡ് ആയിരുന്നു. കാരണം വെച്ചാൽ ഇന്റർവ്യൂവിൽ ചിലപ്പോൾ റിജക്ട് ചെയ്യുമോ എന്നൊക്കെ ഒരുപാട് സ്റ്റോറീസ് കേട്ടിട്ടുള്ളത് കൊണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ബി ഓണസ്റ്റ് അല്ലേ, അവരോട് സത്യസന്ധമായിട്ട് പറയുക എന്താണ് കാര്യം അല്ലെങ്കിൽ എന്തിനാണ് വിസിറ്റ്. ആരെങ്കിലും ഉണ്ടെങ്കിലും അത് തുറന്നു പറയാം. അവരതിന് നമ്മളെ പിടിച്ച് ജയിലിലിടാനൊന്നും പോകുന്നില്ല. അതൊരു കാരണമാക്കാൻ അവർക്ക് എനിക്ക് തോന്നുന്നില്ല അതൊരു കാരണമായിട്ട് അവര് വിസ റിജക്ട് ചെയ്യുമെന്നും തോന്നുന്നു. ആരും ഇല്ലെങ്കിലുമാണ് കൂടുതൽ ചാൻസ് എന്ന് പറയുന്നു. ആരും ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് വിസിറ്റ് കാണാൻ പോവാണ്, ഏതെങ്കിലും ഒരു പ്ലേസ് കാണാൻ പോവാണ്, അവിടുത്തെ ഒരു ഹോട്ടൽ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും അറിയാമെങ്കിൽ പറയുക, ഇന്ന ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് ഓണസ്റ്റ് ആയിട്ട് അവർക്ക് മറുപടി പറയുക. ഏതായാലും ഞങ്ങളുടെ ആ ഒരു ഇന്റർവ്യൂ പ്രോസസ്സും തരക്കേടില്ലാതെ കഴിഞ്ഞു. വലിയ ടെൻഷനൊന്നും അപ്പോൾ അവിടെ വെച്ച് തന്നെ അവർ പറയും നിങ്ങൾക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പോകാം, അപ്രൂവ് ആവും. അതാണ് അറിയുന്നത്. നമ്മളെ പാസ്പോർട്ട് അവർ തിരിച്ചു തന്നില്ലെങ്കിൽ നമ്മുടെ സംഭവം കയ്യിലടിച്ചു വരും എന്നുള്ളതാണ് അതിന്റെ ഒരു ഇൻഡിക്കേഷൻ. അവിടെ കൊടുക്കുന്നു, അതിനെന്തോ ഫീസ് ഉണ്ടോ അല്ല അതൊരു ചേർത്ത് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ അത് പൈസയൊന്നുമില്ല. 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് സാധനം നമ്മുടെ വീട്ടിൽ നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് വന്നോളും. അതെ, അഥവാ നമുക്ക് വിസ കിട്ടിയില്ലെങ്കിൽ അന്നേരം അവർ പാസ്പോർട്ട് തിരിച്ചു തരും. ഒരു യെല്ലോ സ്ലിപ്പ്, ഓറഞ്ച് സ്ലിപ്പ്, എന്തോ ഒരു സ്ലിപ്പ് നമുക്ക് തരുമെന്നാണ് പറയുന്നത്. പക്ഷെ ഏതായാലും ഞങ്ങൾക്ക് ആ ഒരു അവസ്ഥ വന്നില്ല. എല്ലാവർക്കും അത് കിട്ടട്ടെ ഇല്ലേ? അതെ, എല്ലാവരുടെയും പാസ്പോർട്ട് മേടിച്ച് വെക്കട്ടെ. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് വിസ അടിച്ച് കിട്ടി US വിസിറ്റ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവരും പോയി വിസയൊക്കെ അടിച്ച് ഇവിടെ വന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് ഒരു ഫോട്ടോ ഇട്ട് തരും. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ചങ്ങായിസ്.